റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോടൊപ്പം ഇരിക്കുമ്പോൾ സമിഅ വജ്ബതൻ, വലിയ ഒച്ച കേട്ടു, വലിയ ശബ്ദം കേട്ടു. അവിടുന്ന് ചോദിച്ചു, തദ്റൂന മാ ഹാദ, നിങ്ങൾക്കറിയുമോ ഇതെന്താണ് എന്ന്? അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിന്റെ റസൂലുമാണ് അറിയുക. അവിടുന്ന് പറഞ്ഞു, ഹാദാ ഹജർ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫൻ, 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണത്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആന ഹത്ത ഇൻതഹാ ഇലാ ഖഅരിഹാ, 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിലേക്ക് എറിയപ്പെട്ട ആ കല്ല് അതിന്റെ അടിത്തട്ടിലെത്തുന്നത് ഇപ്പോഴാണ്. ഇതിന്റെ ആഴം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഹദീസുകൾ സഹോദരങ്ങളെ അവിടുന്ന് എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെയാണ്. എന്തായിരിക്കും ഇതിന്റെ വലുപ്പം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യരിതിന്റെ മുൻപിൽ എത്തിപ്പെട്ടാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും? ആകാശഭൂമികളെ പടച്ച റബ്ബിന്റെ മുൻപിൽ ചെന്നെത്തുന്ന ദിവസം ഈ നരകം മുന്നിൽ കാണുന്ന സ്ഥിതി എന്തായിരിക്കും? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, നരകത്തെ ഒരു ഈത്തപ്പഴയുടെ കഷ്ണം കൊണ്ടാണെങ്കിൽ സൂക്ഷിക്കുക. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിങ്ങൾ ഒരാൾ വന്നെത്തും, അങ്ങനെ അവൻ തന്റെ വലതുഭാഗത്തേക്ക് നോക്കിയാൽ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല, അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല, അവന്റെ മുന്നിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ അല്ലാതെ അവൻ കാണുകയില്ല. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ മുൻപിൽ അവൻ നിൽക്കുന്നതാണ്, ലൈസ ബൈനഹു വബൈന അല്ലാഹി തുർജുമാൻ, അവനും അള്ളാഹുവിനും ഇടയിൽ ഒരു പരിഭാഷകന്റെ ആവശ്യമില്ലാതെ അവൻ നിൽക്കുന്നതാണ്. വലതു നോക്കിയാൽ ഇടന്നു നോക്കിയാൽ നരകമാണ് കാണുന്നത്, മുന്നിലേക്ക് നോക്കിയാൽ അവൻ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക ഒരു ഈത്തപ്പഴത്തിന്റെ ചീളുകൊണ്ടാണെങ്കിലും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇത്ര വലിയ നന്മകൾ മാത്രമേ ഞാൻ നോക്കുന്നല്ല, ഏതൊരു അവസരത്തിൽ ഒരു ചെറിയ നന്മ കിട്ടുമെങ്കിൽ, ഒരു ചെറിയ നന്മയെങ്കിൽ, വളരെ ചെറിയ ഒരു നന്മയാണെങ്കിൽ, മസ്ജിദിൽ വെള്ളം എടുക്കാൻ പോവാണ്, വേറൊരാൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാൽ അവന് വേണ്ടി ഒരു മിനിറ്റ് നിന്റെ ദാഹം പിടിച്ചു വെക്കുന്നതാണെങ്കിൽ പോലും അതൊരു നന്മയാണ്. ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, ഞാൻ ആദ്യം കുടിക്കട്ടെ എന്നാൽ അവന് വേണ്ടി ഒരു മിനിറ്റ് നീ കാത്തു നിന്നാൽ അതൊരു നന്മയാണ്. ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെ നീ നിസ്സാരമായി കാണരുത്, അതായിരിക്കും നിന്നെ രക്ഷപ്പെടുത്തുന്നത്. നോക്കൂ, ഹദീസിൽ വന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ അതുകൊണ്ട് അള്ളാഹു അവന്റെ തിന്മകൾ പുറത്തു കൊടുക്കുന്ന സ്വർഗത്തിൽ പോയി ചെയ്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു എങ്കിൽ മനുഷ്യന് വെള്ളം കൊടുത്താൽ അവന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? എന്താണ് നിന്നെ രക്ഷപ്പെടുത്തുക എന്ന് നിനക്ക് പറയാൻ പറ്റില്ല. ഇഖ്ലാസോടുകൂടി ഒരാളും അറിയാതെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ നീ സദഖ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഒരാൾ അറിയാതെ, നിന്റെ ഭാര്യ പോലും അറിയാതെ രാത്രി എണീച്ച് നിസ്കരിക്കാൻ, ഒരാളും അറിയാതെ ദിക്റുകൾ അധികരിപ്പിക്കുക, ഒരാളും അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവനും നിനക്കും മാത്രം അറിയുന്ന രഹസ്യങ്ങൾ അധികരിപ്പിക്കുക. ഏത് നന്മകളുടെ കാര്യത്തിൽ, തിന്മയിലല്ല, അള്ളാഹുനും നിനക്കും മാത്രം അറിയുന്നത്. ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹ് ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥം എഴുതിയ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് ഒരിക്കൽ ഒരു മസ്ജിദ് പണിതു, വലിയൊരു മസ്ജിദ് പണിതു. ആളുകൾ അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പാരോട് ചോദിച്ചിരുന്നു, ഇപ്പൊ മസ്ജിദ് ആരാണ് പണിതത്, ആരാണ് പണം തന്നത്? അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ, ഒരാൾ തന്ന പൈസ കൊണ്ടുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു, മരിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾ മുൻപെത്തിയപ്പോൾ തന്റെ അനിയനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ മസ്ജിദ് ഞാനാണ് പണിതത്. ഇതിന് അനിയൻ അറിയില്ല, ആകെ അത് അദ്ദേഹം പറഞ്ഞിരുന്നത് തൻ്റെ ഉമ്മാനോട് മാത്രമാണ്, ഉമ്മാക്ക് മാത്രം അത് അറിയുമായിരുന്നു. മരിച്ചതിന് ശേഷം അനിയനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മസ്ജിദ് നീ ശ്രദ്ധിക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും വരെ മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഈ മസ്ജിദ് പണിതത് അദ്ദേഹമായിരുന്നു. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എത്രയും വലിയ സ്വതക്ക ചെയ്തിട്ട് ഒരാൾ അറിഞ്ഞിട്ടില്ല, ഭാര്യ മക്കളും പോലും അറിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് മാത്രമായി അവന് മാത്രം അറിയുന്ന സൽക്കർമ്മങ്ങൾ എടുത്തു വെക്കുക, ഇത് പരലോകത്ത് നിന്നെ സഹായിക്കുന്നതാണ്.